വ്യൂവേഴ്സ്, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് പ്രിറ്റീവീസ് ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പം മിസ് എന്ന് വന്നിട്ടുള്ളത് നമ്മുടെ റെസ്പിറേഷൻ എന്ന ചാപ്റ്റർ, റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ ചാപ്റ്ററിലെ റെസ്പിറേഷൻ, അതായത് സെല്ലുലാർ റെസ്പിറേഷൻ, കോശശ്വസനം പഠിക്കുമ്പോൾ കുറേ പേർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം നമ്മുടെ ബാച്ചിൽ ഇത് എൻ ഗെയിം ബാച്ച് റിവിഷൻ ഒക്കെ ആയിട്ട് കംപ്ലീറ്റ് റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഓരോ ചാപ്റ്ററും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ ഇപ്പം അതിലില്ലാത്ത കുറേ കുട്ടികൾക്കും കൂടി കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വേഗം നമ്മുടെ എൻ ഗെയിം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ജാനുവരി ലാസ്റ്റ് വരെ നമുക്ക് ഈ ഒരു 15% ഓഫർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ റിവൈസ് ചെയ്യാനും അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനും പറ്റും. മിസ് എന്ന് വന്നത് നമ്മുടെ സെല്ലുലാർ റെസ്പിറേഷൻ, കോശശ്വസനം എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തെ കുറച്ച് പേർക്ക് ഇപ്പോഴും മനസ്സിലാവാതെ പോകുന്ന കുറച്ച് ടഫായിട്ടുള്ള ഭാഗമുണ്ട്. അതൊന്നും കൂടി ഒന്ന് നിങ്ങൾക്ക് ക്ലിയർ ആക്കി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം സെല്ലുലാർ റെസ്പിറേഷൻ അല്ലെങ്കിൽ കോശശ്വസനം എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡീൻ്റെ സെല്ലിനകത്ത് വെച്ച് നടക്കുന്ന റെസ്പിറേഷൻ പ്രോസസ്സാണ്. അപ്പോൾ ഒന്നാമത് നിങ്ങളത് മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന് അതെന്താണ് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ സെല്ലിലാണ് നടക്കുന്നത്, കോശത്തിലാണ് ഈ ഒരു ഘട്ടം നടക്കുന്നത്. രണ്ടാമത്തെ ഇതെന്താണ്, ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ആണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യുന്നു, ബ്രേക്കിംഗ് ഡൗൺ ചെയ്യുന്നു. ഗ്ലൂക്കോസിന്റെ വിഘടനമാണ് ഇവിടെ നടക്കുന്നത്. ആൻഡ് ഇവിടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇവിടെ എന്താ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, ഊർജമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ക്ലിയർ ആയോ? ഈ 3 പ്രോസസ്സുകളാണ് നടക്കുന്നത്. ഒന്നാമത്തെ നിങ്ങൾ ഓർക്കേണ്ട, സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ അകത്ത്, കോശത്തിനകത്താണ് നടക്കുന്നത്. ആൻഡ് നമ്മൾ കഴിച്ച് നമുക്ക് ന്യൂട്രീഷൻ വഴി കിട്ടിയിട്ടുള്ള ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ആൻഡ് ഓൾസോ പ്രോഡക്റ്റ് ആയിട്ട് എനർജി അല്ലെങ്കിൽ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ഈ പ്രോസസ്സ് നമ്മൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഒന്നാമത്തെ ഘട്ടത്തിനെ നമ്മൾ പറയുന്നത് ഗ്ലൈക്കോളിസിസ് എന്നാണ്. ഗ്ലൂക്കോസിനെ ലൈസ് ചെയ്യുക, വിഘടിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ ഘട്ടത്തിനെ നമ്മൾ പറയുന്നത് ക്രെബ്സ് സൈക്കിൾ എന്നാണ്. ക്രെബ്സ് പരിവൃത്തി അല്ലെങ്കിൽ ക്രെബ്സ് സൈക്കിൾ എന്നൊക്കെ നമ്മൾ പറയും. ഇങ്ങനെ 2 ഘട്ടമായിട്ടാണ് എന്ത് നടക്കുന്നത്, ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോളിസിസ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്രെബ്സ് സൈക്കിളുമാണ്. അപ്പം ഈ ഒരു പ്രോസസ്സ് നല്ല ക്ലിയർ കട്ടായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസസും സിമിലാരിറ്റീസും ഒക്കെ നമ്മൾ ഓർത്തു വെക്കണം. അപ്പോൾ ആദ്യം നിങ്ങൾ ഓർത്തു വെക്കുക, പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് യൂസിങ് ഓക്സിജൻ റിലീസിങ് എനർജി വിച്ച് ഒക്വർ ഇൻ ദ സെൽ. ഈ കോശശ്വസനം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയുമ്പം ഇവിടെ എന്താ ചെയ്യുന്നത്, ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിച്ച് അവിടെ ഊർജ്ജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ്. ഇനി അടുത്ത നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഘട്ടത്തിൽ ആദ്യ ഘട്ടം ഇതാണ്. ഗ്ലൈക്കോളിസിസ് ആണ് നമ്മുടെ ഒന്നാമത്തെ ഘട്ടം. ഇതെവിടെ വെച്ച് നടക്കുന്നു, കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതൊന്നാമത്തെ പോയിന്റ്. ഗ്ലൈക്കോളിസിസ് എവിടെയാണ് നടക്കുന്നത്, സെല്ലിലെ സൈറ്റോപ്ലാസത്തിൽ, കോശദ്രവ്യത്തിലാണ് നടക്കുന്നത്. ഓക്സിജൻ ഇവിടെ ആവശ്യമില്ല. ഇവിടെ ഈ ഗ്ലൈക്കോളിസിസ് നടക്കാൻ ഇവർക്ക് ഓക്സിജന്റെ ആവശ്യമേ ഇല്ല. ഇനി ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡാക്കി മാറ്റുന്നു, 2 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു. ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡാക്കി മാറ്റുന്നു, 2 ATP തന്മാത്രകൾ എന്ത് ചെയ്യുന്നു, ലഭ്യമാക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ്, ഇവിടെ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് പൈറുവിക് ആസിഡും അതുകൂടാതെ 2 ATP തന്മാത്രകളുമാണ് ഗ്ലൈക്കോളിസിസ് കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. ആൻഡ് അത് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞു ക്രെബ്സ് സൈക്കിളാണ്. സെക്കൻഡ് ഫേസ്, രണ്ടാമത്തെ ഘട്ടമാണ്. ഇത് നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയിലാണ്, നമ്മുടെ പവർ ഹൗസ് ഓഫ് ദ സെൽ, കോശത്തിൻ്റെ മൈറ്റോകോൺഡ്രിയയിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഇവിടെ ഓക്സിജൻ വേണം. ഓക്സിജന്റെ പ്രസൻസിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. പൈറുവിക് ആസിഡ് ഇസ് കൺവേർട്ടഡ് ഇൻടു CO2 പ്ലസ് വാട്ടർ. ഇവിടുത്തെ ബൈ പ്രോഡക്റ്റ് പൈറുവിക് ആസിഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആക്കി മാറ്റുന്നു. ആൻഡ് ഇവിടെ ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 28 ATP മോളിക്യൂളാണ്. ഇതാണ് നമ്മുടെ റെസ്പിറേഷൻ്റെ 2 ഘട്ടമായിട്ട് നമ്മൾ പറയുന്നത്. ഓർത്തോളൂ, ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ. ഇവിടെ ക്രെബ്സ് സൈക്കിൾ നടക്കണമെങ്കിൽ ആര് വേണം, നമ്മുടെ ഓക്സിജൻ വേണം. എൻസൈമുകളുടെ
സഹായത്താൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ, CO2 പ്ലസ് വാട്ടർ പ്ലസ് 30 ATP. ഇതാണ് റെസ്പിറേഷൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. ഇത് ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കാം. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ റെസ്പിറേഷന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നതാണെന്ത്? ഓക്സിജൻ എന്ന് പറയുന്നതും ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നതുമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ സെല്ലിലേക്ക് ഓക്സിജനെ എത്തിക്കുകയും വേണം, സെല്ലിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് ബ്ലഡിലൂടെ ലങ്സിൽ എത്തിച്ച് പുറത്തോട്ട് കളയുകയും വേണം. ആ പ്രോസസ്സ് നടക്കുന്നതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് ഓക്സിജന്റെ കേസാണ് പറയുന്നത്. ഓക്സിജൻ നമ്മുടെ ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. നമ്മുടെ രക്തത്തിലെ RBCയിൽ കാണുന്ന ഒരു ഘടകമാണ് ഹീമോഗ്ലോബിൻ. ആ ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ അത് എന്തായി മാറുന്നു? ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. ഈ ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറിയിട്ടാണ് ഇത് രക്തത്തിലൂടെ ഓക്സിജനെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു? സെല്ലിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഓർത്ത് വെച്ചോളാം, ഹീമോഗ്ലോബിനാണ് ഓക്സിജനെ ക്യാരി ചെയ്യുന്നത്. ഒരു ഹീമോഗ്ലോബിൻ അറ്റ് എ ടൈം 4 ഓക്സിജനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകും. ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ഓക്സി ഹീമോഗ്ലോബിനാണ്. ഇനി അപ്പോൾ അതാണ് പറയുന്നത്, ഇൻ ദ ലങ് സ്മോൾ പോർഷൻ ഓഫ് ഓക്സിജൻ ഡിസോൾവ് ഇൻ പ്ലാസ്മ റിമൈനിങ് O2 കമ്പൈൻസ് വിത്ത് ഹീമോഗ്ലോബിൻ ടു ഫോം ഓക്സി ഹീമോഗ്ലോബിൻ. കുറച്ച് എമൗണ്ട് രക്തത്തിൽ പ്ലാസ്മയിൽ മിക്സ് ചെയ്യും, ബാക്കിയെല്ലാം എന്താ? ഓക്സി ഹീമോഗ്ലോബിനായിട്ടാണ് പോകുന്നത്. അഡ്ജസൻ ടു സെൽ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ഓക്സിജൻ ബിക്കംസ് ഫ്രീ. രക്തത്തിലൂടെ ഒഴുകി ഒരു കോശത്തിൻ്റെ അടുത്ത് എത്തിയാൽ അത് അപ്പം തന്നെ വിഘടിച്ച് വീണ്ടും ഓക്സിജനായി അത് സെല്ലിൻ്റെ ഉള്ളിലോട്ട് കിടക്കുന്നു. ഓക്സിജനെ റിലീസ് ചെയ്ത് സെല്ലിലേക്ക്, കോശത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. And oxygen from the blood reaches tissue fluid, from there enter the cell. ഈ ടിഷ്യൂ ഫ്ലൂയിഡിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? സെല്ലിലേക്ക് എത്തുന്നത്. ടിഷ്യൂ ദ്രവത്തിലൂടെയാണ് കോശത്തിൻ്റെ ഉള്ളിലേക്ക് അത് എത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഓർത്ത് വെക്കുക. ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ബൈൻഡ് ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ആവുന്നു. അത് പിന്നെ സെല്ലിൻ്റെ അടുത്ത് എത്തുമ്പം അത് സെപ്പറേറ്റ് ആവുന്നു, ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നു? ടിഷ്യൂ ഫ്ലൂയിഡിലൂടെ കടന്ന് സെല്ലിൻ്റെ അകത്തേക്ക് എത്തുന്നു. അതേ ടൈമിൽ ഇവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വേസ്റ്റ് ആയിട്ട് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചെങ്ങോട്ടേക്ക് എത്തണം? സെബ്ലഡിലൂടെ തന്നെ ലങ്സിലേക്ക് എത്തി പുറത്തോട്ട് പോവുകയും വേണം അല്ലേ? അപ്പോൾ അതെങ്ങനെ ശ്വാസകോശത്തിലെത്തും? കാർബൺ ഡൈ ഓക്സൈഡിന് പോകാൻ 3 വഴികളാണുള്ളത്. 7% CO2 ഡിസോൾവ് ഇൻ പ്ലാസ്മ, 23% കമ്പൈൻസ് വിത്ത് ഹീമോഗ്ലോബിൻ, 70% കമ്പൈൻസ് വിത്ത് വാട്ടർ ഇൻ ദ RBC ടു ഫോം ബൈകാർബണേറ്റ്. അതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് 7% പ്ലാസ്മ വാട്ടറിൽ ലയിക്കുന്നു. അത് കൂടാതെ 23% കാർബ് അമിനോ ഹീമോഗ്ലോബിൻ ആകുന്നു. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഹീമോഗ്ലോബിൻ്റെ കൂടെ ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് കാർബ് അമിനോ ഹീമോഗ്ലോബിൻ ആണ്. കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ കാർബ് അമിനോ ഹീമോഗ്ലോബിൻ ആണ് ഫോം ചെയ്യുന്നത്. കാർബ് അമിനോ ഹീമോഗ്ലോബിൻ. ബാക്കി 70% അരുണ രക്താണുവിലെ ജലവുമായി പ്രവർത്തിച്ച് ബൈകാർബണേറ്റുകളാവുന്നു. ബാക്കിയുള്ള 70% ബൈകാർബണേറ്റുകളായിട്ടാണ് പോകുന്നത്. സോ ലങ്സിൽ കാർബ് അമിനോ ഹീമോഗ്ലോബിൻ ബൈകാർബണേറ്റ് ബ്രേക്ക് ഡൗൺ, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ്. ലങ്സിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഫ്രീ ആയിട്ട് CO2 നമ്മൾ പുറത്തോട്ട് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ ഓർത്ത് വെച്ചോളൂ, 3 രീതിയിലാണ് ഇതിനെ പുറത്തോട്ട് കളയുന്നത്. അവിടെ എത്തിക്കഴിയുമ്പം എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? അത് റിലീസ് ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂഷൻ വഴി ആൽവോളസിലേക്ക് കടന്ന് ലങ്സിലൂടെ പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ നടക്കുന്നു, അതെങ്ങനെ ഓരോ സ്ഥലത്തും എത്തുന്നു എന്നുള്ളത് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കാം. ആൻഡ് ഹീമോഗ്ലോബിനെ കുറിച്ച് നിങ്ങൾ ഓർത്ത് വെക്കണം. RBCയിലുള്ള പിഗ്മെൻ്റ് ആണ് നമ്മുടെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അയൺ ആണ് ഇതിൻ്റെ പ്രധാന കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഒരു RBCയിലും 270 ദശലക്ഷം ഹീമോഗ്ലോബിൻ, ഓരോ RBCയിലും 270 മില്യൺ ഹീമോഗ്ലോബിൻ നമുക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ തന്നെയോ 4 ഓക്സിജൻ ആണ് അറ്റ് എ ടൈം, കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും ഓക്സിജൻ ആണെങ്കിലും അറ്റ് എ ടൈം 4 ആണ് അവർ ക്യാരി ചെയ്യുന്നത്. ഇനി ഇവിടെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫീമെയിലും മെയിലിലുമുള്ള ഹീമോഗ്ലോബിൻ്റെ കൗണ്ട്. ഫീമെയിലാണെങ്കിൽ 12 to 16 gram per deciliter ആണ് നമുക്ക് HB വേണ്ടത്. മെന്നിലാണെങ്കിലോ 14 to 18, 14 മുതൽ 18 gram deciliter ആണ് വേണ്ടത്. ഈ കൗണ്ട് ഒരിക്കലും മറന്നു പോരുത്, പലതവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മുടെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നു എന്നാൽ അതിൻ്റെ അർത്ഥം അയൺ കുറയുന്നു എന്നാണ്. കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഓക്സിജൻ കൊണ്ടുപോയില്ല അല്ലെ? അയണിൻ്റെ അളവ് കുറയുന്ന സമയത്ത് ഹീമോഗ്ലോബിൻ കുറയും, അതുവഴി നമുക്ക് ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറയും, നമുക്ക് അനീമിയയ്ക്ക് കാരണമാകുന്നു. അപ്പം അതും ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ്, അത് ഓർത്ത് വെക്കുക. ഇനി ചോദ്യം എങ്ങനെ വരുന്നു നോക്കാം. ഒബ്സർവ് ദ ഫിഗർ ഓഫ് സെൽ ഓർഗനൽ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. നെയിം ദ ഫേസ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഹിയർ. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ പ്രോസസ് ഒക്കറിങ് ഡ്യൂറിങ് ദ ഫേസ്?
ഇയാളെ നമുക്കറിയാം മൈറ്റോകോൺട്രിയ ആണ്. ഇവിടെ നടക്കുന്ന ഘട്ടത്തിന്റെ പേരാണ് ചോദിച്ചത്. നമ്മുടെ ഘട്ടം ഏതാണ്? ക്രെബ്സ് സൈക്കിളാണ്. ഘട്ടത്തിൽ നടക്കുന്ന പ്രധാന രാസപ്രവർത്തനം പൈറൂവിക് ആസിഡ് എന്താവുന്നു? കാർബൺ ഡൈ ഓക്സൈഡും ജലവും അതുപോലെ 28 ATP ആയി മാറുന്നു. ഇതാണ് മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്ന ഘട്ടം, ക്രെബ്സ് സൈക്കിൾ. അപ്പൊ ഇതുപോലെയാണ് ചോദ്യങ്ങൾ വരിക. ഇനി മറ്റൊരു ചോദ്യം കൂടി ഞാൻ തരാം. ഇവിടെ കണ്ടോ, കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം 3 രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. 70% ബൈകാർബണേറ്റുകളുടെ രൂപത്തിലാണ്. അതുകൂടാതെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതിൽ 1, 2 എഴുതുക. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ബോഡി ഇഫ് ദ എക്സ്പൾഷൻ ഓഫ് CO2 ഡസ് നോട്ട് ടേക്ക് സ്പേസ്. പ്രോപ്പറായിട്ട് CO2 നമ്മൾ പുറത്തോട്ട് കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിക്കുമെന്നാണ്. പുറത്ത് വെച്ചുള്ള 7% പ്ലാസ്മ ജലത്തിൽ ലയിച്ചു പോകുന്നു. ആൻഡ് 23% എന്ത് ചെയ്യുന്നു? കാർബ് അമിനോ ഹീമോഗ്ലോബിൻ ആകുന്നു. ആൻഡ് എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡിയിൽ CO2 പ്രോപ്പറായിട്ട് പുറത്തോട്ട് കളഞ്ഞില്ലെങ്കിൽ, അങ്ങനെ കളഞ്ഞില്ലെങ്കിൽ ആന്തരിക സമസ്ഥിതി പാലനം തകരാറിലാവുന്നു. വെച്ചാൽ ഡിസ്റ്റർബ്സ് ദി ഇന്റേണൽ ഹോമിയോസ്റ്റാസിസ്. നമ്മുടെ ബോഡിയിലെ വേസ്റ്റ് ആണത്. അത് പ്രോപ്പറായിട്ട് കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് പലതരത്തിലുള്ള പ്രശ്നം വരും. ഇന്റേണൽ ഹോമിയോസ്റ്റാസിസ് ബാലൻസിന് എന്ത് ചെയ്യും? പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക, നന്നായിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ NKM ബാച്ചിൻ്റെ കാര്യം ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ ചാപ്റ്റർ റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസും റിവൈസ് ചെയ്ത് ഫുൾ മാർക്ക് ബയോളജിക്കും മറ്റ് സബ്ജക്ട്സിനും നേടണമെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ. അപ്പം ടേക്ക് കെയർ, ബൈ.